VSEPR തിയറിയിൽ ഫസ്റ്റ് നമ്മൾ പോസ്റ്റുലേറ്റ്സ് ആണ് പറയുന്നത്. VSEPR തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ സയൻറ്റിസ്റ്റുകളുടെ പേര് ഓർത്തിരിക്കുക. സയൻറ്റിസ്റ്റ് നൈപോളും അതുപോലെ തന്നെ ജിലസ്പെയും കൂടിയാണ് ഈ ഒരു തിയറി, ഈ ഒരു ക്വാളിറ്റേറ്റീവ് മോഡലിൽ ഇതൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത് അതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി എന്ന് പറയുന്നത്. അതായത് വാലൻസ് ഷെല്ലുള്ള ഒരു കോമ്പൗണ്ടിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ റിപ്പൽഷൻ, ഇലക്ട്രോൺ പെയറുകളുടെ റിപ്പൽഷൻ, അതാണ് ബാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോൺ പെയേഴ്സ്, അതായത് ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയേഴ്സ്, അതായത് ഇപ്പോൾ നമുക്കൊരു സെൻട്രൽ ആറ്റം കാണും. ഇപ്പം ഇവിടെയാണ് നമ്മളിപ്പോൾ സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പം നമ്മുടെ സെൻട്രൽ ആറ്റം. ഈ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും വാലൻസ് ഷെല്ലിലുള്ള ആ ഒരു ഇലക്ട്രോൺസ്, എന്ത് ചെയ്തു, സെൻട്രൽ ആറ്റം, ഒരു മോളിക്യൂളിൻ്റെ സെൻട്രൽ ആറ്റത്തിലുള്ള വാലൻസ് ഷെൽ ഇലക്ട്രോൺ, ഇപ്പോൾ ഇവിടെ ആ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെ ഇലക്ട്രോൺസ് തമ്മിൽ എന്ത് ചെയ്യുന്നു, പരസ്പരം ആ ഉള്ളൊരു റിപ്പൽഷൻ കാരണം അവരെന്ത് ചെയ്യുന്നു, മാക്സിമം സ്പേസിലായിരിക്കും അവർ അടുത്തടുത്ത് നിൽക്കുക. ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടെ ആണെങ്കിൽ മറ്റൊരു ഇലക്ട്രോൺ ഇവിടെ വന്ന് നിൽക്കാൻ നോക്കില്ല. അവർ എത്രത്തോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കാമോ അത്രത്തോളം ഡിസ്റ്റൻസിലായിരിക്കും നിൽക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ മാക്സിമം ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്യുന്നത്? റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, നമുക്ക് മെയിനായിട്ട് എത്ര ടൈപ്പ് ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് ആണുള്ളത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. എത്ര ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് നമുക്ക്? 4. ഇലക്ട്രോൺ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൈപ്പ് ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇലക്ട്രോൺ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലോൺ പെയർ ഉണ്ട്, ബോണ്ട് പെയേഴ്സ് ഉണ്ട്. ഇപ്പം ഒരു ആറ്റവുമായിട്ട്, ഇപ്പം ഇതാണ് നമ്മളുടെ ആറ്റമെങ്കിൽ ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മുടെ CH2 എന്ന് പറയുമ്പോൾ കാർബൺ സെൻട്രൽ ആറ്റം, ഒരു ഹൈഡ്രജൻ ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പുറത്തും ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ ഇതെന്താ? ഇത് രണ്ടും ബോണ്ട് പെയേഴ്സാ. ഇനിയിപ്പോൾ നമുക്ക് ലോൺ പെയേഴ്സ് വരുന്ന കേസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം NH3യുടെ കേസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ NH3യുടെ കേസ് എന്താ പറഞ്ഞത്? NH3യിൽ ബോണ്ട് പെയേഴ്സും ഉണ്ട്, ലോൺ പെയേഴ്സും ഉണ്ട്. NH3 എന്ന് പറയുന്നത് നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം. സോ സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നൈട്രജൻ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, കാർബൺ, നൈട്രജൻ. അപ്പൊ എത്ര ഉണ്ട്? എത്രാമത്തെ ആളാ? ലോൺ പെയർ അല്ല, വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നൈട്രജന്? അതാ ഞാൻ പറഞ്ഞേ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, കാർബൺ, നൈട്രജൻ. വാലൻസ് ഷെല്ലിൽ എത്രയുണ്ട്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോ അങ്ങനെയാ വരുന്നേ, 2, 5 എന്നല്ലേ? അല്ലേ? അപ്പൊ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? എന്തോ കേക്കത്തില്ല. വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? അതല്ല നമ്മൾ സാധാരണ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇല്ലേ, ഫസ്റ്റ് ഷെല്ലിൽ മാക്സിമം 2 ആയിരിക്കും അക്കോമഡേറ്റ് ചെയ്യുക, സെക്കൻഡ് ഷെല്ലിൽ മാക്സിമം 8 ആയിരിക്കും അക്കോമഡേറ്റ് ചെയ്യുക,
തേർഡ് ഷെല്ലിൽ മാക്സിമം 16 ആയിരിക്കും അക്കോമഡേറ്റ് ചെയ്യുക. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. സോ ഇത് വെച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയാം. പറ എത്രയാ? 1:2 അല്ല, 1:2 വിട്ടേക്കുന്നേ. നമ്മൾ സാധാരണ ഇപ്പം എടുക്കത്തില്ലേ, നമ്മളിപ്പം സാധാരണ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയില്ലേ. അപ്പൊ എങ്ങനെയാ വരുന്നേ? വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് 5 അല്ലേ, 2, 5 അങ്ങനെയല്ലേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പം എഴുതുന്നത്. അപ്പോ അതാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ 2, 5. അപ്പൊ ഈ 2, 5ന്റെ 5 ആണല്ലോ വാലൻസ് ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്. സോ നൈട്രജൻ 3 ഹൈഡ്രജനുമായിട്ട് എന്ത് ചെയ്തു? ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു. 3 ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു. അപ്പോ നൈട്രജന്റെ 3 ഇലക്ട്രോൺസ് എവിടെ? ഇപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോ ആ ഒരു ഇലക്ട്രോൺ ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ ആണ് ഇവിടെ ഉള്ളത്. ഈ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ ആണ് ഇവിടെ ഉള്ളത്. ഇപ്പം നൈട്രജന്റെ 3 ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെയൊക്കെ ഈ ഹൈഡ്രജനുമായിട്ട് ഒരു ഇലക്ട്രോൺ പോയി, ഈ ഹൈഡ്രജനുമായിട്ട് ഒരു ഇലക്ട്രോൺ പോയി, ഈ ഹൈഡ്രജനുമായിട്ട് ഇലക്ട്രോൺ പോയി. ഇനി ബാക്കി നൈട്രജന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2. അവർക്കിനി ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ അവർക്കിനി നൈട്രജൻ ഇല്ല, ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ ഇനി ആളില്ല. സോ അവിടെ എന്ത് ചെയ്യും? ആ ബാക്കി 2 ഇലക്ട്രോൺസ് ഇവിടെ ലോൺ പെയേഴ്സ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലാണ് ഇലക്ട്രോൺ പെയേഴ്സ് ഉള്ളത്, ബോണ്ട് പെയേഴ്സും ലോൺ പെയേഴ്സും. മനസ്സിലായോ? ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി ബോണ്ട് പെയേഴ്സ് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? 2 ആറ്റംസ് വഴിയാണ് ബോണ്ട് പെയേഴ്സ് ഷെയർ ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിലിപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടോ? കേട്ടില്ല. മനസ്സിലായില്ല. അതായത് ഇപ്പൊ ഈ ഒരു ബോണ്ട് ഫോം ചെയ്തില്ലേ, ഇതിപ്പോ 2 ഇലക്ട്രോൺസിന് ഷെയർ ചെയ്തുകൊണ്ടല്ലേ, 2 ആറ്റംസിൽ നിന്ന് ഇലക്ട്രോൺസ് ഷെയർ ചെയ്തുകൊണ്ടല്ലേ ഒരു ബോണ്ട് പെയർ അവിടെ ഉണ്ടായത്. അപ്പോ അങ്ങനെ ഒരു 2 ന്യൂക്ലിയേഴ്സിൽ നിന്ന് അട്രാക്റ്റഡ് ആയിട്ടാണ് 2 ആറ്റംസ് ഷെയർ ചെയ്ത് ഇലക്ട്രോൺസ് ഷെയർ ചെയ്ത് ബോണ്ട് പെയേഴ്സ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് കുറഞ്ഞ സ്പേസ് മതി. അതപ്പോ എന്ത് ചെയ്യും? ഒരു റിപ്പൽഷനെ കുറയ്ക്കാൻ കാരണമാകും. ഇനി അത് തന്നെയാണ് തിരിച്ച്. അപ്പൊ അടുത്ത പോയിന്റ് എന്താണെന്നാ മനസ്സിലാവുന്നേ? വായിച്ചു നോക്കിയിട്ട്. എന്ത് അട്രാക്ഷൻ? അതിന്റെ നേരെ തിരിച്ചാ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ നേരെ തിരിച്ചാണ് ഇപ്പൊ അവര് പറയുന്നത്. അപ്പൊ അതെന്താ? അട്രാക്ഷൻ കൂടും. അതായത് ലോൺ പെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഇൻവോൾവ് ഇൻ ബോണ്ട് ഫോർമേഷൻ. അതുകൊണ്ട് തന്നെ അവരെന്താണ് ഇൻ അട്രാക്ഷൻ വിത്ത് ഓൺലി 1 ന്യൂക്ലിയർ. ഒരു ന്യൂക്ലിയായിട്ട് മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ? അട്രാക്ഷൻ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സ്പേസ് വേണം നിൽക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ ഫലമായിട്ട് എന്ത് വരും? അവർക്ക് ഒക്യുപ്പൈ ചെയ്യുന്നത് ഒരുപാട് സ്പേസിലായിരിക്കും. ആസ് എ റിസൾട്ട് ദ ലോൺ പെയേഴ്സ് കോസ് മോർ റിപ്പൽഷൻ. ഇലക്ട്രോൺസിന് നിൽക്കാൻ ഇപ്പം മറ്റേതെന്ന് പറഞ്ഞാൽ 2 ആറ്റംസ് ചേർന്നല്ലേ നിൽക്കുന്നത്. അപ്പൊ 2 ആറ്റംസിലും ഇലക്ട്രോൺസിന് നിൽക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ.
ഇല്ലേ? അപ്പൊ അവര് കുറഞ്ഞ സ്പേസിലേക്കായിരിക്കും ഒക്യുപ്പൈഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് റിപ്പൽഷൻ കുറവായിരിക്കും. ഇപ്പൊ ആകെ ഒരു ന്യൂക്ലിയസ് അല്ലേ ഉള്ളൂ, ഒരു 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 അട്രാക്ഷൻ വരുന്നത് ഒരു ന്യൂക്ലിയസിലേക്ക് മാത്രമാണ്. അപ്പൊ അവർക്ക് ഒരുപാട് സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരണം. അപ്പം ഒക്യുപ്പൈ മോർ സ്പേസിലായിരിക്കും അവർ ഒക്യുപ്പൈ ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് ലോൺ പെയേഴ്സ് കോസ് മോർ റിപ്പൽഷൻ. മനസ്സിലായോ? ഇനി അതിനൊരു ഓർഡർ ഉണ്ട്. എന്താണ് ആ ഓർഡർ? നമ്മൾ ഇന്നലെ പറഞ്ഞതാ. അതെന്താ കാര്യം? എന്താ കുറവ് വരാൻ കാര്യം എന്താ? അത് അറിയാം. അപ്പൊ അതിനി പറയണ്ടല്ലോ. ഓക്കെ, ദെൻ ഇനി അടുത്തത് അടുത്ത പോയിന്റ് ആണ് the VSEPR theory. The multiple bonds are treated as if they are single bonds. The electron pairs in multiple bonds are treated collectively as a single super pair. എന്ന് വെച്ചാൽ എന്താ? ഒരു കോമ്പൗണ്ടിനകത്ത് ഒന്നിൽ കൂടുതൽ ബോൺസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം മൾട്ടിപ്പിൾ ബോൺസ്, ഇപ്പം ഒരു ആറ്റം വരികയാണ്, ഒരു ആറ്റം ഇപ്പോൾ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് സിംഗിൾ ബോണ്ട് അല്ല, ചിലപ്പോൾ മൾട്ടിപ്പിൾ ബോണ്ടൊക്കെ ഫോം ചെയ്യും. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിലൊക്കെ മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ മൾട്ടിപ്പിൾ ബോണ്ടിനെ ഒരു സിംഗിൾ സൂപ്പർ പെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യത്തുള്ളൂ, ട്രീറ്റ് ചെയ്യത്തുള്ളൂ. അത് മൾട്ടിപ്പിൾ ബോണ്ട് ആണെങ്കിൽ പോലും എന്തായിരിക്കും? അതൊരൊറ്റ സിംഗിൾ ബോണ്ടായിട്ടേ കൺസിഡർ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അതെപ്പോഴും ഓർത്തിരിക്കുക. ഇപ്പം നമ്മൾ ചില കോമ്പൗണ്ട്സിൽ കാണുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ബോണ്ട്സ് ഉണ്ടെങ്കിലും അത് ഒരൊറ്റ സിംഗിൾ ബോണ്ട് മാത്രമായിട്ട് VSEPR തിയറി അനുസരിച്ച് നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. എന്തോ അടുത്ത പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ബോണ്ട് പെയറുകൾ, ഇപ്പം നമുക്ക് ബോണ്ട് പെയറുകളും ഉണ്ട്, ലോൺ പെയറുകളും ഉണ്ട്. ഇപ്പം മൾട്ടിപ്പിൾ ബോണ്ട് ഒരു സിംഗിൾ സൂപ്പർ പെയർ പോലെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. ബോണ്ട് പെയർ റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ ഒരു ബോണ്ട് പെയർ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മൾട്ടിപ്പിൾ ബോണ്ടും ഒരു സിംഗിൾ ബോണ്ടായിട്ടായിരിക്കും വരുന്നത്. ഇപ്പം ബോണ്ട് പെയർ റിപ്പൽഷൻ അപ്പം എങ്ങനെയായിരിക്കും? ഇപ്പം ട്രിപ്പിൾ ബോണ്ടിനായിരിക്കും ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ വരിക, ഡബിൾ ബോണ്ടിനായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള റിപ്പൽഷൻ വരിക, പിന്നെ സിംഗിൾ ബോണ്ടിനായിരിക്കും ഏറ്റവും കുറവ് റിപ്പൽഷൻ ഉണ്ടാവുക. അതും ഓർത്തിരിക്കുക. അപ്പം റിപ്പൽഷന്റെ കേസ് വരുമ്പോഴത്തേക്ക്, ഇപ്പൊ റിപ്പൽഷൻ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകളുടെ റിപ്പൽഷൻ തിയറിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം മൾട്ടിപ്പിൾ ബോണ്ട്സ് വരുമ്പോഴും അവിടെ റിപ്പൽഷൻ കൂടുതലും കുറവും ഒക്കെ വരുമല്ലോ. മൾട്ടിപ്പിൾ ബോണ്ട്സ് വരികയാണെങ്കിൽ അവർക്കും ഒരു ഓർഡർ ഉണ്ട്. കൂടുതൽ ട്രിപ്പിൾ ബോണ്ട് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര റിപ്പൽഷൻ കൂടുതലായിരിക്കും. ഡബിൾ ബോണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും റിപ്പൽഷൻ വരുന്നത്. സിംഗിൾ ബോണ്ടിനായിരിക്കും ഏറ്റവും കുറവ് റിപ്പൽഷൻ വരുന്നത്. മനസ്സിലായോ? അതാണ് ആ പറഞ്ഞത്. കണ്ടോ? എ ട്രിപ്പിൾ ബോണ്ട് causes more repulsion than a double bond, which in turn causes more repulsion than a single bond. അതാണ് ആ പോയിന്റ്. അതാണ് the repulsion caused by bonds increases. ബോണ്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ റിപ്പൽഷൻ അതിനൊക്കെ കൂടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഫോർത്ത് പോയിന്റ്, മോളിക്യൂളിന്റെ ഷേപ്പ്. ഇപ്പം നമ്മളുടെ സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ സിംഗിൾ ബോണ്ട് പെയറുകൾ മാത്രം ഉണ്ടെങ്കിൽ മോളിക്യൂൾ എന്തായിരിക്കും? സിമെട്രിക്കൽ ആകൃതിയായിരിക്കും, ഒരു സിമെട്രിക്കൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു മോളിക്യൂളിന് ഒരു സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, സിംഗിൾ ഇലക്ട്രോൺ പെയർ ആണ്, സിംഗിൾ പെയറുകൾ മാത്രമേ ഉള്ളെങ്കിൽ മോളിക്യൂള് സിമെട്രിക്കൽ ആയിരിക്കും. എന്താണ്? അതുപോലെ തന്നെ അവർക്ക്
ലോൺ പെയറുകൾ ഉള്ളപ്പോൾ, ലോൺ പെയേഴ്സ് അറിയാമല്ലോ, ലോൺ പെയേഴ്സും അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ബോണ്ട് പെയറുകൾ എന്തായിരിക്കും, കുറഞ്ഞ സ്പേസിൽ വരും, കുറഞ്ഞ സ്പേസിലേക്ക് വന്ന് നിൽക്കും. അതുകൊണ്ട് തന്നെ ആകൃതി എന്തായി മാറും, ഷേപ്പ് എന്തായിട്ട് മാറും, അസിമെട്രിക്കലായിട്ട് മാറും. ഡൗട്ട് ഉണ്ടോ? ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും. അതാണ് ഞാനിപ്പോൾ NH3 ഒക്കെ കാര്യം പറഞ്ഞത്. ഇപ്പം NH3 ലോൺ പെയേഴ്സ് ഉണ്ടല്ലോ. ഇപ്പം ലോൺ പെയറുകൾ വരുമ്പോൾ ബോണ്ട് പെയറുകൾ കുറഞ്ഞ സ്പേസിലല്ലേ നിൽക്കുന്നത്, ബോണ്ട് പെയറുകൾ കുറച്ച് അടുത്തടുത്തടുത്ത രീതിയിലല്ലേ നിൽക്കുന്നത്. കാരണം എന്താ, റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് മോളിക്യൂളിന്റെ സ്പേസിന് ചെറിയൊരു ഡിസ്റ്റോർഷൻ വരും, ഒരു വ്യതിയാനം സംഭവിക്കും, ഒരു ചെറിയൊരു ആകൃതിയിൽ നിന്നൊന്ന് മാറിപ്പോകും. അതാണ് അസിമെട്രിക്കൽ ആകുന്നു എന്ന് പറയുന്നത്. എന്തോ എങ്ങനെ എഴുതുന്നേന്നോ എന്ന് വെച്ചാ, ഇപ്പൊ NH3 നമുക്കറിയാമല്ലോ, NH3യുടെ ഷേപ്പ് ഇപ്പം ബോണ്ട് പെയേഴ്സ് എന്താ, കുറഞ്ഞ സ്പേസിലല്ലേ അവര് നിൽക്കുന്നേ, കുറഞ്ഞ സ്പേസിലാണ് ബോണ്ട് പെയേഴ്സ് നിൽക്കുന്നത്. കാരണം അവിടെ എന്താ, ഒരു ലോൺ പെയേഴ്സ് അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പം അതങ്ങനെ കുറഞ്ഞ സ്പേസിൽ നിൽക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അപ്പം ഈ ഒരു കുറഞ്ഞ സ്പേസിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വിശാലമായിട്ടൊന്നും അവർക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ലോൺ പെയേഴ്സ് വരുന്ന സമയത്ത് അവരുടെ ഒരു ഷേപ്പിനൊരു അസിമെട്രിക്കലായിട്ട് മാറുന്നേ ഉള്ളൂ. ഒരു ചെറിയൊരു ഡിസ്റ്റോർഷൻ സംഭവിക്കും, ഒരു ചെറിയൊരു ചളുക്ക് സംഭവിക്കും. ഇനി അടുത്തതാണ് ബോണ്ട് ആംഗിൾ ആൻഡ് ഷേപ്പ്. ബോണ്ട് ആംഗിൾ ആൻഡ് ഷേപ്പ് പറയുന്നത്, ഇപ്പം ലോൺ പെയറുകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ബോണ്ട് പെയർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബോണ്ട് എന്ത് ചെയ്യുന്നു, ഇപ്പം ദ ബോണ്ട് ആംഗിൾ ഡിക്രീസസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലോൺ പെയേഴ്സ്. ഇപ്പം ലോൺ പെയേഴ്സ് അവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബോണ്ട് ആംഗിളിനെ അതെന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ഇപ്പൊ ലോൺ പെയേഴ്സ് ഇവിടെ ഉണ്ട്, ലോൺ പെയേഴ്സ് ഇവിടെ വരുമ്പോൾ ആ ബോണ്ട് ആംഗിൾ ചെറുതല്ലേ, ബോണ്ട് ആംഗിൾ ചെറുതല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ലോൺ പെയറുകൾ ബോണ്ട് പെയറുകളെ കുറിച്ച് എന്താണ്, ബോണ്ട് പെയറുകളെ ഇങ്ങനെ തള്ളും, ഇങ്ങനെ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും ലോൺ പെയർസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ബോണ്ട് പെയറുകൾ എന്ത് ചെയ്യും, കൂടി അടുത്തടുത്തടുത്തടുത്തടുത്ത് വരും. കാരണം അവിടെ ഭയങ്കര റിപ്പൽഷൻ അല്ലേ, ലോൺ പെയർസിന്റെ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ലോൺ പെയർസ് അവിടെ ഭയങ്കരമായിട്ട് റിപ്പൽഷൻ നടത്തുന്നത് കൊണ്ട് ഈ ബോണ്ട് പെയർസ് ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരും. അതുകൊണ്ടാണ് ആ ഒരു ബോണ്ട് ആംഗിൾ കുറയുന്നത്. പറഞ്ഞു. ഫിഫ്ത്ത് പോയിന്റിലാണോ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഫക്റ്റ്? അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മളിപ്പം ഈ ഒരു പോയിന്റ് പറഞ്ഞില്ലേ, ലൈക്ക് ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പം പ്രൈമറി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമർ ആയിട്ടുള്ള, അതായത് ലോൺ പെയറിന്റെ ഫസ്റ്റ് എഫക്റ്റ് ആണ് അവിടെ പറയുന്നത്. പ്രൈമറി ആൻഡ് സെക്കൻഡറി എഫക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറിന്റെ അർത്ഥം എന്താ, ആദ്യമായിട്ടുള്ള, ലൈക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു എഫക്റ്റ്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ രണ്ടാമത് പുറകിൽ നിൽക്കുന്ന ഒരു എഫക്റ്റ്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ്. ഇപ്പൊ ലോൺ പെയറുകള് ബോണ്ട് പെയറുകളെ കൂടുതലായി തള്ളുന്നത് കൊണ്ട് ബോണ്ട് എന്ത് ചെയ്തു, ആ ആംഗിൾ കുറയ്ക്കുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ NH3 തന്നെ, NH3 ആറ്റം നൈട്രജൻ ആണ്, നൈട്രജന്റെ 3 ബോണ്ട് പെയറുകളുണ്ട് പ്ലസ് ഒരു ലോൺ പെയറുകളും ഉണ്ട്. അപ്പൊ ഇവരുടെ ഒരു ആംഗിൾ എന്താണ്, ഇവരുടെ ഐഡിയൽ ആംഗിൾ വരേണ്ടത് 109. ഇവരിപ്പോൾ 4 പെയേഴ്സ് അല്ലേ ഉള്ളത്, 4 ഇലക്ട്രോൺ പെയേഴ്സ് അല്ലേ ഉള്ളത്. 4 ഇലക്ട്രോൺ പെയേഴ്സ് വന്നു കഴിഞ്ഞാൽ ഏത് ഷേപ്പ് ആയിരിക്കും എന്നാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, ടെട്രാഹീഡ്രൽ. അപ്പൊ ടെട്രാഹീഡ്രൽ ആവുമ്പോഴത്തേക്കും 109.5 ഡിഗ്രി ആണ് നമുക്ക് കിട്ടേണ്ടത്. ഐഡിയൽ ടെട്രാഹീഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത് 109.5 ഡിഗ്രിയാണ്. പക്ഷേ NH3ന്റെ കേസിൽ വരുന്ന സമയത്ത് അതെന്താകുന്നു, 107 ഡിഗ്രി ആകുന്നു. കാരണം എന്താ, ലോൺ പെയേഴ്സ് ഉള്ളത് കൊണ്ട് അവിടെ ഒരു ഡിസ്റ്റോർഷൻ സംഭവിച്ചു, കറക്റ്റ് ഒരു ആംഗിൾ വരത്തില്ല, ചെറിയൊരു ശലക്കം വരും, ചെറിയൊരു ആകൃതിയിൽ ഒരു അസിമെട്രി വരും. മനസ്സിലായോ? അത്രയേ ഉള്ളൂ ആ കാര്യം. അപ്പൊ ഒരു മൾട്ടിപ്പിൾ ബോണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ലെങ്കിൽ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടുകൾ കൂടുതൽ എന്ത് ചെയ്യും, റിപ്പൽഷൻ സൃഷ്ടിക്കും. അപ്പൊ ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യും, കുറയും. അതാണ് കേട്ടോ.
ഓക്കെ ഇനി സെക്കൻഡറി എഫക്റ്റ് വരുമ്പോഴത്തേക്കും ഇപ്പൊ വലിയൊരു ആറ്റം, ഇപ്പം വലിയൊരു ബോണ്ടൊക്കെ ഉള്ള ഒരു ആറ്റം ആണെങ്കിൽ വലുതായ ആറ്റങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ട് ഉള്ള ആ ഒരു ഈ വലുതായ ആറ്റങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റങ്ങൾ ബോണ്ട് ആംഗിളിൽ ചെറിയ മാറ്റം ഉണ്ടാക്കും. ഇപ്പം CH4 ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം CH4ന്റെ ഷേപ്പ് എന്താ? ടെട്രാഹീഡ്രൽ ആണ്. സോ CH4ന്റെ ബോണ്ട് ആംഗിൾ അപ്പം എന്ത് വരും? 109.5 ഡിഗ്രി. അതുപോലെ തന്നെ SiH4 അവരുടെ ഷേപ്പ് എന്താ? ആ എത്ര ബോൺസ് ഉണ്ട്? 5. സിലിക്കൺ ആണിത്. SI എന്ന് പറയുന്ന സിലിക്കനാ. അപ്പൊ ഹൈഡ്രജൻ 4. ടെട്രാഹൈഡ്രൽ തന്നെയാണ് ഷേപ്പ്. 4 ബോൺസ് അല്ലേ ഉള്ളത്. 4 ബോൺസ് വരുമ്പം ബോണ്ട് ആംഗിൾ എന്ത് വരും? അതും 109.5 ഡിഗ്രി തന്നെയാണ്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ വലിപ്പം, അതായത് ഇലക്ട്രോണുകളുടെ ഒരു ബോണ്ട് ആംഗിളിൽ ചെറിയ വ്യത്യാസം സൃഷ്ടിക്കും. അതായത് ഇപ്പം വലിയ ആറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റങ്ങൾ എന്ത് ചെയ്യും? ബോണ്ട് ആംഗിളിൽ ചെറിയ മാറ്റം ഉണ്ടാക്കും. ഇപ്പം CH4ന്റെയും SiH4ന്റെയും ഒക്കെ ബോണ്ട് ആംഗിൾ 109.5 ആണ്. തീർച്ചയായും അതൊരു ടെട്രാഹീഡ്രൽ ആണ്. പക്ഷെ ആറ്റത്തിന്റെ ഒരു വലിപ്പം, ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒരു വലിപ്പം ഇലക്ട്രോണിന്റെ ഫലത്തിൽ എന്ത് ചെയ്യും? ബോണ്ട് ആംഗിളിൽ ചെറിയൊരു വ്യത്യാസം സൃഷ്ടിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. ഇനിയിപ്പം ഇനിയുള്ളത് സ്റ്റെറിക് ഹിൻഡ്രൻസ് എഫക്റ്റ്. അതായത് ഇപ്പൊ വലുതായ ഗ്രൂപ്പ്സ് തമ്മിലുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഇപ്പൊ തടസ്സം, ഇപ്പൊ ബോണ്ട് ആംഗിൾസിൽ എന്ത് ചെയ്യും? മാറ്റം ഉണ്ടാക്കും. അതായത് ഇപ്പൊ ഒന്നുകൂടെ നമ്മളിപ്പം ഒരു ക്ലാരിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കറിയാം അത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവും. ഒന്നുമില്ല, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പൊ ഇത്രയും പോയിന്റ്സ് പറഞ്ഞു. നീ എവിടെയാ ശ്രദ്ധിക്കുന്നേ? ശരി. ഞാൻ വീഡിയോ ഓണാക്കുന്നത് കാണുന്നില്ല, ലൈക്ക് പ്രസന്റേഷൻ കാണുന്നില്ല. ഈ പോയിന്റാ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. പറഞ്ഞു കഴിഞ്ഞു. നമ്മളത് പ്രൈമറി ആൻഡ് സെക്കൻഡറി എഫക്ട്സ് ഓഫ് ബോണ്ട് ആംഗിൾ ആൻഡ് ഷേപ്പ്. അത് ഇത്രയും പറഞ്ഞത് മനസ്സിലായി. പിന്നെന്താ മനസ്സിലാവാത്തെ? അതായത് ഇലക്ട്രോൺ പെയറുകളുടെ ആ ഒരു റിപ്പൽഷൻ ഉണ്ടല്ലോ. ഇപ്പൊ സെൻട്രൽ ആറ്റത്തിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ, സെൻട്രൽ ആറ്റത്തിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ എന്ത് ചെയ്യും? ആ ഒരു റിപ്പൽഷൻ കൂടും. അതുകൊണ്ട് തന്നെ ബോണ്ട് ആംഗിൾ കൂടും. The repulsion between electron pairs increases with increase in electronegativity of central atom and hence the bond angle increases. അതായത് ഇപ്പം നമ്മൾ എടുക്കുന്ന ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഭയങ്കരമായിട്ട് ഇലക്ട്രോ നെഗറ്റീവ്, ഇപ്പൊ ഹൈഡ്രജനെ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ അല്ലേ ഇലക്ട്രോ നെഗറ്റീവ്, ഹൈഡ്രജനെ നോക്കിക്കഴിഞ്ഞാൽ സിലിക്കൺ അല്ലേ ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ അങ്ങനെ സെൻട്രൽ ആറ്റത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നതിന്റെ ഫലമായിട്ട് ഇലക്ട്രോൺ പെയറുകൾ തമ്മിൽ എന്ത് ചെയ്യും? നന്നായിട്ട് റിപ്പൽഷൻ ഉണ്ടാവും. അപ്പം റിപ്പൽഷൻ വരുമ്പോഴത്തേക്കും ഒരു മാക്സിമം ഡിസ്റ്റൻസിലല്ലേ നിൽക്കാൻ ശ്രമിക്കത്തുള്ളൂ ആ ബോണ്ട് ആംഗിൾസ്. അപ്പൊ ആ ബോണ്ട് ആംഗിൾ കൂടുന്നു. അപ്പൊ ബോണ്ട് പെയറുകൾ അടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ തമ്മിലുള്ള ദൂരം കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബോണ്ട് പെയറുകൾ അടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ദൂരം കുറയുന്നു. കാരണം എന്താ? തള്ളലുണ്ടാവും, റിപ്പൽഷൻ ഉണ്ടാവും പരസ്പരം. മനസ്സിലായോ? ഇപ്പൊ ബോണ്ടുകള് പരസ്പരം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ എങ്ങനെ പറയാം, ക്ലിയർ ആയോ? ഏതാ ഇതാണോ? The bonds tend to move away from each other എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പൽഷൻ കൂടുമ്പോൾ അവരെന്ത് ചെയ്യും? ദൂരേക്ക് പോവാൻ ശ്രമിക്കില്ലേ?
ആ ഇപ്പം BSCPR തിയറി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ബോണ്ട് ആംഗിൾ എന്താണ്? ഇപ്പം നമ്മുടെ സെൻട്രൽ ആറ്റത്തിന്റെ ബോണ്ട് പെയറുകൾ തമ്മിലുള്ള ആ ഒരു ഇപ്പൊ ഈ ഒരു ബോണ്ടും തമ്മിലുള്ള ആ ഒരു ദൂരം, ആ ഒരു കോണ്, അതിനെയാണ് നമ്മൾ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ BSCPR അനുസരിച്ച് ഇലക്ട്രോൺ പെയറുകൾ പരസ്പരം റിപ്പൽഷൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ബോണ്ട് ആംഗിൾ പെയറുകൾ തമ്മിൽ എന്ത് ചെയ്യും? പരമാവധി ദൂരം നിലനിർത്താനായിട്ട് ശ്രമിക്കും. അപ്പൊ സെൻട്രൽ ആറ്റത്തിന്റെ വലിപ്പം, അറ്റോമിക് സൈസ് അല്ലെങ്കിൽ റേഡിയസ് കൂടുവാണെന്നുണ്ടെങ്കിൽ, വലിയ ആറ്റം ആണെങ്കിൽ വലുതായ വാലൻസ് ഷെൽ ആയിരിക്കുമല്ലോ അവർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ബോണ്ട് പെയറുകൾക്ക് കൂടുതൽ സ്പേസ് എന്ത് ചെയ്യും? വലിയ ആറ്റം ആയതുകൊണ്ട് തന്നെ ബോണ്ട് പെയറുകളെ കൂടുതൽ സ്പേസിൽ അവർക്ക് നിൽക്കാനായിട്ട് പറ്റും. ഇലക്ട്രോൺ പെയറുകൾക്ക് പരസ്പരം ചെറിയൊരു റിപ്പൽഷൻ ആയിരിക്കും അനുഭവപ്പെടുന്നത്. കാരണം ബോണ്ട് പെയറുകൾ ദൂരെ ദൂരെ നിൽക്കുകയാണെങ്കിൽ ചെറുതായിട്ടല്ലേ അവർ അടുത്തടുത്ത് വന്നാലല്ലേ അവർക്ക് ഭയങ്കരമായിട്ട് റിപ്പൽഷൻ കൊടുത്തുള്ളൂ. അവർ ദൂരെ നിന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പം അതിന്റെ ഫലമായിട്ട് ബോണ്ട് ആംഗിളില് ഇലക്ട്രോൺ പെയറുകൾ തമ്മിലുള്ള തള്ളല് കുറയുന്നതോടെ ബോണ്ട് പെയറുകൾ കൂടി അടുത്തിരിക്കാൻ കഴിയും. അതായത് അവർക്ക് അടുത്തടുത്തിരിക്കാൻ കഴിയും. റിപ്പൽഷൻ കുറയുമ്പോഴത്തേക്കും അവർക്ക് അടുത്തിരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബോണ്ട് ആംഗിൾ കുറയുന്നു. ദാറ്റ്സ് ഇറ്റ്. സെൻട്രൽ ആറ്റത്തിന്റെ സൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ, വലിയ ആറ്റാണെന്നുണ്ടെങ്കിൽ ബോണ്ട് പെയറുകൾക്ക് കൂടുതൽ സ്പേസ് കിട്ടും ഇരിക്കാനായിട്ട്. അവർ ദൂരെ ദൂരെ അവർക്ക് ഇരിക്കാൻ പറ്റും. അപ്പൊ അവരുടെ ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യും? ദൂരെ ഇരുന്നാലോ? വലിയ ആറ്റം വരികയാണെങ്കിൽ, വലിയ വാലൻസ് ഷെൽ വരികയാണെങ്കിൽ ബോണ്ട് പെയറുകൾക്ക് കൂടുതൽ സ്പേസ് ലഭിക്കും. അപ്പം ഇലക്ട്രോൺ പെയറുകൾക്ക് പരസ്പരം കുറഞ്ഞ റിപ്പൽഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം അവർ ദൂരെ അല്ലേ ഇരിക്കുന്നേ. അപ്പൊ ഇലക്ട്രോൺ പെയറുകൾ തമ്മിലുള്ള തള്ളല്, ആ ഒരു റിപ്പൽഷൻ കുറയുന്നതോടെ ബോണ്ട് പെയറുകൾ കൂടി എന്ത് ചെയ്യും? അടുത്തിരിക്കാൻ കഴിയും. മനസ്സിലായോ? അതിനാൽ ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ബോണ്ട് പെയറുകൾ അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യും? കുറയും. മനസ്സിലായോ? ക്ലിയർ? അതാണ് അവിടെ പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ തന്നെ ബോണ്ട് ആംഗിൾ ആർ ഓൾസോ ചേഞ്ച്ഡ് വെൻ മൾട്ടിപ്പിൾ ബോണ്ട്സ് ആർ പ്രസന്റ്. ഇറ്റ് ഈസ് ഡ്യൂ ടു അൺഈവൻ റിപ്പൽഷൻ. എന്ന് പറഞ്ഞാൽ എന്താ? ബോണ്ട് ആംഗിൾ ചേഞ്ച് ആവുമ്പോൾ അതെന്താ മീൻ ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. പറഞ്ഞോ എന്താ? അതായത് അങ്ങനെയാണോ? അതായത് ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ ഈ ഒരു പോയിന്റ് വരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഇനി സെൻട്രൽ ആറ്റത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വർദ്ധിച്ചാൽ ബോണ്ട് ആംഗിൾ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് പറയുന്നത്. എങ്ങനെയാ മാറുന്നത്? ഇപ്പൊ സെൻട്രൽ ആറ്റത്തിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായാൽ ആ ആറ്റം ബോണ്ട് പെയറുകൾ എന്ത് ചെയ്യും? കൂടുതൽ ആകർഷിക്കത്തില്ലേ? അതായത് ഇപ്പോൾ ഒരു സെൻട്രൽ ആറ്റം ഉണ്ട്. സെൻട്രൽ ആറ്റത്തിന് ഭയങ്കരമായിട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായി കഴിഞ്ഞാൽ ആ ആറ്റം എന്ത് ചെയ്യും? ആ ബോണ്ട് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആളുടെ പ്രത്യേകത എന്താ? അവർ ആ ഇലക്ട്രോൺസിനെ തന്നിലേക്ക് അടുപ്പിക്കാനല്ലേ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ സെൻട്രൽ ആറ്റത്തിന്റെ ഇലക്ട്രോൺസിനെ അവർ ഇങ്ങനെ തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ആ ആറ്റം ബോണ്ട് പെയറുകൾ എന്ത് ചെയ്യും? കൂടുതൽ ആകർഷിക്കും. മനസ്സിലായോ? അപ്പോ ബോണ്ട് പെയറുകൾ തമ്മിൽ കുറഞ്ഞ ദൂരം വരുമ്പോഴത്തേക്കും ഇലക്ട്രോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ കൂടത്തില്ലേ? അപ്പൊ അതിന്റെ ഫലമായിട്ട് ബോണ്ട് പെയറുകൾ പരസ്പരം എന്ത് ചെയ്യും? വിട്ടുമാറാൻ ശ്രമിക്കും. അതായത് കുറച്ച് ദൂരത്തിൽ ഇങ്ങനെ നിൽക്കാൻ ശ്രമിക്കും. അപ്പൊ ബോണ്ട് ആംഗിൾ വർദ്ധിക്കും.
അതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Am I clear? ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സെൻട്രൽ ആറ്റത്തിന്റെ വലിപ്പം, സൈസ് ഓഫ് സെൻട്രൽ ആറ്റം ബോണ്ട് ആംഗിളിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ സെൻട്രൽ ആറ്റം വലുതായാൽ ബോണ്ട് പെയറുകൾക്ക് കൂടുതൽ സ്പേസ് ലഭിക്കും. അതായത് ഇപ്പൊ സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലിയ വാലൻസ് ഷെല്ലുള്ള ഇലക്ട്രോൺ ആണെങ്കിൽ കൂടുതൽ സ്പേസ് കിട്ടത്തില്ലേ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ ഇലക്ട്രോൺ പെയറിന് എന്ത് ചെയ്യും? പരസ്പരം റിപ്പൽഷൻ കുറയും. അവർ കൂടുതൽ വലിയ സ്പേസിൽ അവർ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളല് കുറയും, റിപ്പൽഷൻ കുറയും. അപ്പൊ ബോണ്ട് ആംഗിൾ ഡിക്രീസ് ആകും. അതാണ് ഈ ഒരു തേർഡ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇനിയിപ്പോ ഫോർത്ത് പോയിന്റ്, ഇപ്പൊ മൾട്ടിപ്പിൾ ബോണ്ടുകൾ അതല്ലെങ്കിൽ ഇപ്പൊ ഡബിളോ ട്രിപ്പിളോ ബോണ്ട്സ് ഒക്കെ വരികയാണെന്ന് വിചാരിച്ചോ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നതെന്നാണ് അത് പറയുന്നത്. ഇപ്പൊ മൾട്ടിപ്പിൾ ബോണ്ടുകൾ വന്നു കഴിഞ്ഞാൽ ബോണ്ട് പേഡുകൾക്ക് കൂടുതൽ റിപ്പൽഷൻ സംഭവിക്കും. അതല്ലേ ഞാൻ പറഞ്ഞു, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ട്രിപ്പിൾ ബോണ്ട് ഒക്കെ വരികയാണെങ്കിൽ റിപ്പൽഷൻ കൂടുതലായിരിക്കും. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഇപ്പൊ സിംഗിൾ ബോണ്ടിനേക്കാൾ കൂടുതൽ റിപ്പൽഷൻ ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും ഉണ്ടാവും. അപ്പൊ മൾട്ടിപ്പിൾ ബോണ്ടുകൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ റിപ്പൽഷൻ അവിടെ ഉണ്ടാക്കും. അപ്പൊ ബോണ്ട് പെയറുകൾ തമ്മിലുള്ള തള്ളൽ എന്ത് ചെയ്യും? അസിമെട്രിക്കൽ ആയിട്ട് മാറും. അതുകൊണ്ട് ബോണ്ട് ആംഗിൾസ് മാറിപ്പോവും. അതാണ് അവിടെ വരുന്നത്. അൺഈവൻ റിപ്പൽഷൻസ് വരുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ബോണ്ട്സ് വരുന്ന സമയത്ത് ബോണ്ട് ആംഗിൾ ചേഞ്ച് ആകും. ക്ലിയർ ആയോ? ഇനി സിക്സ്ത് പോയിന്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ റെസൊണൻസ് സ്ട്രക്ചറുകൾ ഉള്ളപ്പോൾ. റെസൊണൻസ് സ്ട്രക്ചർ എന്താണെന്ന് അറിയാലോ? ഒരു മോളിക്യൂളിന് ഒന്നിലധികം സ്ട്രക്ചേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു മോളിക്യൂളിന് 2 അല്ലെങ്കിൽ അതിലധികം റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ VSEPR തിയറി അനുസരിച്ച് ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറിലും ഇപ്പൊ ഏത് സ്ട്രക്ചറിലാണെങ്കിലും ശരി ഈ ഒരു VSEPR തിയറി ബാധകമാണ്. അതായത് ബോണ്ട് ആംഗിളിനും മോളിക്കുലർ ഷേപ്പിനും ഇപ്പം റെസൊണൻസ് സ്ട്രക്ചറിനും അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? VSEPR തിയറി അനുസരിച്ച് ആ എല്ലാ സ്ട്രക്ചറിനും നമുക്കത് VSEPR തിയറി വെച്ച് നമുക്ക് പറയാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. ഇതാണ് വി പോസ്റ്റുലേറ്റ്സ്. ഇനി എന്താ ഡൗട്ട്? എന്തോ ആപ്ലിക്കേഷൻ ഒന്നുമില്ല. അതായത് ഈ ഒരു സ്ട്രക്ചറിനെ ഒന്ന് ഇപ്പൊ മീതെയിൻ CH4 മീതെയിൻ, ആ മീതെയിനെ ഒന്ന് വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ലൂയിസ് സ്ട്രക്ചർ വെച്ചിട്ട് മീതെയിനെ വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ലൂയിസ് സ്ട്രക്ചർ വെച്ച് മീതെയിനെ വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നിട്ട് അത് എന്ത് ചെയ്തു? ബോണ്ട് ആംഗിൾ പോലെ ഇതാണ് കറക്റ്റ് ആ ഒരു ടെട്രാഹീഡ്രൽ ഷേപ്പ് 109 ബോണ്ട് ആംഗിൾ. ഇപ്പൊ കണ്ടോ? അതെ, ഇവിടെ ഒരു ബോണ്ട് ആംഗിൾ, ഇവിടെ ഒരു ബോണ്ട് ആംഗിൾ, ഇവിടെ ഒരു ബോണ്ട് ആംഗിൾ. കണ്ടോ ആ ഒരു ഷേപ്പിന്റെ ഒരു ഇത് കണ്ടോ? 4 ബോണ്ട് പെയേഴ്സ് സെൻട്രൽ ആറ്റത്തിന് ചുറ്റും വരുമ്പോഴത്തേക്കും ആ കറക്റ്റ് ടെട്രാഹീഡ്രൽ ഷേപ്പ് ഇവിടെ ഒന്ന് വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. VSEPR തിയറി അനുസരിച്ച് നമുക്ക് ബാലൻസ് ബോണ്ട് തിയറി പറഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിനെ ഒന്നും കറക്റ്റ് ആയിട്ട് അവിടെ പ്രെഡിക്റ്റ് ചെയ്യാനോ ഡിറ്റർമൈൻ ചെയ്യാനോ ബാലൻസ് ബോണ്ട് തിയറി വെച്ച് സാധിച്ചിട്ടില്ലല്ലോ. പക്ഷേ VSEPR തിയറി വെച്ച് നമുക്ക് ഇതുപോലെ ഷേപ്പിനെയൊക്കെ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ആ ഒരു ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിൽ നിന്ന് ഷേപ്പിലേക്ക് വന്ന ആ ഒരു പിക്ചറാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അമോണിയ കണ്ടോ? അതുപോലെ വാട്ടറും. അത്രേ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു സ്ട്രക്ചർ കാണിച്ചു എന്നേ ഉള്ളൂ. പ്രോപ്പർട്ടീസ് ഇപ്പം ഇത് ജസ്റ്റ് ഇപ്പൊ പ്രോപ്പർട്ടീസ് ചോദിക്കുവാണെങ്കിൽ ഇതാ ഈ ഇപ്പം ഇവിടെ കിടക്കുന്ന ആ ഒരു 1 2 3 4 6 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മാർക്ക് കിട്ടും. ആ പ്രോപ്പർട്ടീസ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് കോവാലന്റ് കോമ്പൗണ്ട്സിനും ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ആയിരിക്കും. കാരണം എന്താ?
അവരുടെ ബോണ്ടിനെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇപ്പൊ അയണിക് കോമ്പൗണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോൺസ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ഉള്ള കാര്യം. അവരെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവരുടെ ബോണ്ട് നമുക്ക് അത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ ആസ് കമ്പയർ ടു അയണിക് കോമ്പൗണ്ട്സ് നമുക്ക് ഇവരുടെ ബോണ്ടിനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ആക്കാൻ പറ്റും. അപ്പം കുറച്ച് മെൽറ്റിംഗ് പോയിന്റും കുറച്ച് ബോയിലിംഗ് പോയിന്റ്സും മാത്രം കൊടുത്താൽ പോരാ. കുറച്ച് ടെമ്പറേച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറഞ്ഞ രീതിയിൽ കോവാലന്റ് കോമ്പൗണ്ട്സിനെ നമുക്ക് മെൽറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കാരണം എന്താ, ഇവയിൽ ഉണ്ടാവുന്ന ആറ്റംസ് തമ്മിൽ പങ്കിടുന്ന ആ ഒരു ഇലക്ട്രോണുകൾ കോവാലന്റ് ഷെയറിംഗ് ആണല്ലോ. അപ്പൊ കോവാലന്റ് ഷെയറിംഗ് മാത്രമേ ഉള്ളത് കൊണ്ടാണ് അവയെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പം പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഓക്സിജൻ O2നെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഇവരുടെ ആ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് ഇവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കുറഞ്ഞ ടെമ്പറേച്ചർ കൊടുത്താൽ മതി. അതേപോലെ തന്നെ CO2വും അങ്ങനെയാണ്. അതുപോലെ തന്നെ H2Oയും അങ്ങനെയാണ്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ? ഇനി അടുത്തതാണ് സെക്കൻഡ് പോയിന്റ് ആണ് കോവാലന്റ് കുറഞ്ഞ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ആൻഡ് വേപ്പറൈസേഷൻ. അതായത് അയണിക് കോമ്പൗണ്ട്സിനെ അപേക്ഷിച്ച് വെച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ചൂട് കൊടുത്താൽ തന്നെ നമുക്ക് കോവാലന്റ് കോമ്പൗണ്ട്സിനെ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്കും ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്കും ഒക്കെ മാറ്റാനായിട്ട് പറ്റും. കാരണം എന്താ, അവരുടെ മോളിക്കുലാർ ഫോഴ്സസ്, ഇപ്പോൾ ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജന്റെ ആ ഒരു മോളിക്കുലാർ ഇപ്പോൾ O2 ആണെങ്കിലും CO2 ആണെങ്കിലും ഒക്കെ ഇപ്പൊ അവരുടെ ഒരു മോളിക്കുലാർ ഫോഴ്സുകൾക്കിടയിലുള്ള ആ ഒരു മോളിക്കുകൾക്കിടയിലുള്ള ഓരോ മോളിക്യൂളുകൾക്കിടയിലുള്ള ആ ഒരു ബലം ഇല്ലേ, അയണിക് ബോണ്ടിനേക്കാൾ വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷനും ലോ ആയിരിക്കും. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ആൻഡ് ഫ്യൂഷൻ എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അതാണത്. ഇനി കോവാലന്റ് കോമ്പൗണ്ട്സ് ടെൻഡ് ടു ബി സോഫ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി ഫ്ലെക്സിബിൾ. അതായത് ഭയങ്കര മൃദുവായിരിക്കും. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം പൊട്ടിച്ചാൽ നമുക്ക് പൊട്ടിപ്പോകും ആ ഒരു രീതിയിൽ. ഇപ്പോൾ കോവാലന്റ് കോമ്പൗണ്ട്സ് പലപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള സോളിഡ്സ് പോലെയും ലിക്വിഡ്സ് പോലെയും ഗ്യാസ് രൂപങ്ങളിലൊക്കെ ആയിരിക്കും കാണപ്പെടുന്നുണ്ടാവുക. അപ്പോൾ അവർ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ എളുപ്പം പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ രൂപം മാറ്റാനൊക്കെ നമുക്ക് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക് നമ്മളെടുത്തൊന്ന് കയ്യിൽ പിടിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത പ്ലാസ്റ്റിക് ചളങ്ങിപ്പോത്തില്ലേ, രൂപം മാറിപ്പോത്തില്ലേ? അത്രയേ ഉള്ളൂ. അതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് ഫ്ലെയിമബിൾ ആണ്. ഫ്ലെയിമബിൾ എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് കത്തുന്നവയാണ്. പല കോവാലന്റ് കോമ്പൗണ്ടുകളും ഇപ്പൊ കാർബണും ഹൈഡ്രജനും ഉണ്ടാകും. ഒട്ടുമിക്ക കോവാലന്റ് കോമ്പൗണ്ട്സിലും കാർബണും ഹൈഡ്രജനും ഉണ്ടാകും. അപ്പൊ ഇവര് ഓക്സിജനോട് കമ്പഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് ദഹനം നടത്തുമ്പോൾ അവരെന്തായിട്ട് മാറും, CO2വും H2വും ഉണ്ടാക്കി എനർജി പുറത്തേക്ക് വിടും. ഇപ്പൊ പെട്രോൾ അങ്ങനെയാണ്, ആൽക്കഹോൾ അങ്ങനെയാണ്. അവരൊക്കെ ഒഴിച്ചാൽ പെട്ടെന്ന് കത്തത്തില്ലേ? ഇപ്പൊ നമ്മളൊരു പേപ്പറിലേക്ക് കുറച്ച് പെട്രോളൊക്കെ ഒഴിച്ച് പെട്ടെന്ന് അത് കത്തിപ്പിടിക്കത്തില്ലേ? കാരണം എന്താ, അവർ അതിനകത്ത് എന്തുണ്ട്, ഓക്സിജനോട് ചേർന്ന് കമ്പഷൻ നടത്തുക. അപ്പം ഓക്സിജനോട് ചേർന്ന് കമ്പഷൻ നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പുറത്തേക്ക് പോകും. അവർ എനർജി റിലീസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ഫ്ലെയിമബിൾ ആകാൻ പറ്റുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത പോയിന്റ് ആണ് വൈദ്യുതി. അതായത് എന്താണ്, ഇലക്ട്രിസിറ്റി അവർ കണ്ടക്ടേഴ്സ് അല്ല. ഇപ്പം നല്ലൊരു കണ്ടക്ടേഴ്സ് അല്ല. ഇപ്പം നമ്മൾ അവരെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാലും, വെള്ളത്തിൽ ഇപ്പം ലയിച്ചാലും, ഈ കോവാലന്റ് കോമ്പൗണ്ട്സ് വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാലും ഈ കോവാലന്റ് അയൺസ് ആയിട്ട് അവർ ഡിസോസിയേറ്റ് ചെയ്യത്തില്ലല്ലോ. കോവാലന്റ് കോമ്പൗണ്ട്സ് അങ്ങനെ അയൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യത്തില്ല. അയൺസ് ആയാലല്ലേ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവര് അയൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഷുഗർ സൊല്യൂഷനിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമോ? ഷുഗർ സൊല്യൂഷനിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇനി ലാസ്റ്റ് പോയിന്റ്, മെജോറിറ്റി കോവാലന്റ് കോമ്പൗണ്ട്സും എന്താണ്, സോലിയബിലിറ്റി ആയിരിക്കും. അതായത് നോൺ പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സ് ആയിരിക്കും. ഇപ്പൊ ഓയിൽ, ഇപ്പൊ ജലത്തിൽ അവർ എന്ത് ചെയ്യില്ല, ഇപ്പം ജലം പോലെയുള്ള ഇപ്പൊ വെള്ളത്തിൽ പോലെയുള്ളതിലൊന്നും അവർ ലയിക്കത്തില്ല, സൊല്യൂബിൾ ആകത്തില്ല. നോൺ പോളാർ കോവലന്റ് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ഓയില്, വാക്സ്. ഇപ്പൊ ഓയിലൊക്കെ വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അവർ ഡിസോൾവ് ആകുമോ, സൊല്യൂബിൾ ആകുമോ?
അത് കാരണം അത് നോൺ പോളാർ ആയിട്ടുള്ള കോവലന്റ് കോമ്പൗണ്ട്സ് ആണ്. ഇനി പോളാർ കോമ്പൗണ്ട്സ് ആയിക്കോട്ടെ, ഇപ്പൊ ഷുഗർ, എത്തനോൾ ഒക്കെ ആണെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യും? ജലത്തിലിട്ട് കഴിഞ്ഞാൽ, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ സൊല്യൂബിൾ ആണോ? കോവലന്റ് കോമ്പൗണ്ട്, പോളാർ കോവാലന്റ് കോമ്പൗണ്ട് രണ്ട് തരത്തിലുണ്ട്. നോൺ പോളാർ കോവലന്റ് കോമ്പൗണ്ട്സും ഉണ്ട്, പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സും ഉണ്ട്. നോൺ പോളാർ കോവലന്റ് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ഈ ഓയില്, വാക്സ് ഒന്നും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, നമ്മൾ ഓയില് വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഡിസോൾവ് ആകുമോ? അതുപോലെ തന്നെ പോളാർ കോവലന്റ് കോമ്പൗണ്ട്സിൽ വരുന്നതാണ് ഈ ഷുഗർ ഒക്കെ, ഷുഗറും എത്തനോളും ഒക്കെ. അതൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ലയിക്കും, ഡിസോൾവ് ആകും. ഇപ്പൊ പോളാർ സോൾവെന്റില് പോളാർ കോമ്പൗണ്ട്സ്, നോൺ പോളാർ സോൾവെന്റിലെ നോൺ പോളാർ കോമ്പൗണ്ട്സ് എന്ത് ചെയ്യും? ലയിക്കും. ഇനി അടുത്തതാണ് നെറ്റ്വർക്ക് കോവലന്റ് സോൾവെന്റ്. അതായത് ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഇപ്പൊ ചില കോവലന്റ് കോമ്പൗണ്ട്സ് ശക്തമായിട്ടുള്ള ക്രിസ്റ്റലിൻ സോളിഡ് ആയിട്ട് കാണപ്പെടും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡയമണ്ട്, ക്വാർട്സ്, ഇവരൊക്കെ ഭയങ്കര ഹാർഡ് ആയിരിക്കും, ട്രാൻസ്പെറന്റ് ആയിരിക്കും. ആൻഡ് അതുപോലെ ഇവർക്ക് നല്ല ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള സോളിഡ്സ് ആണ് ഇവരൊക്കെ. നല്ല രീതിയിൽ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ ഇവരെ നമുക്ക് ഉരുക്കിയെടുക്കാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ, ഡയമണ്ട് ഒക്കെ പോലെയുള്ളവരെ. അപ്പം ഇവര് സാധാരണ മോളിക്കുലർ കോമ്പൗണ്ട്സിന്റെ ഗുണങ്ങളൊന്നും കാണിക്കത്തില്ല. അതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് പറയുന്നത്. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓൾ ക്ലിയർ?